ഹായ്. അപ്പോൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നോട് പലരും ചോദിച്ചിട്ടുള്ളതാണ്. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ മൃഗങ്ങൾക്ക് ബോധോദയം അല്ലെങ്കിൽ ജ്ഞാനോദയം, എൻലൈറ്റ്മെൻറ്റ്, അവബോധം, പ്യുവർ കോൺഷ്യസ്നസ് ഇതൊക്കെ ഉണ്ടാകുമോ എന്ന്. ആൻഡ് ഐ ബിലീവ് യെസ്. സംഭവിക്കുന്ന ഏതൊരു ജീവനുള്ള വസ്തുവിനും അല്ലെങ്കിൽ കോൺഷ്യസ്നസ് ഉള്ള ഏതൊരു വസ്തുവിനും അത് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈവൻ ഫോർ എന്താ പറയുക, നമ്മുടെ മരങ്ങൾക്കായാലും ഒരു ചെടിക്കായാലും ഒക്കെ കോൺഷ്യസ്നസ് ഉള്ള എന്ത് സാധനത്തിനും അത് പോസിബിൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല റീസൺസ് ഉണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ രമണ മഹർഷിയെ പറ്റിയാണ്. രമണ മഹർഷിയുടെ തിരുവണ്ണാമലയുടെ ആശ്രമത്തിൽ പോയവർക്കൊക്കെ അറിയാം, അവിടെ രമണ മഹർഷിയുടെ സമാധിക്ക് പുറമെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സമാധിയുണ്ട്. അതുപോലെ തന്നെ 4 മൃഗങ്ങളുടെയും സമാധി അവിടെ ഉണ്ട്. അതിലൊരു മാനാണ്, പിന്നെ ഒരെണ്ണം ഒരു കാക്കയാണ്, അതിനൊരു പട്ടിയുണ്ട്, പിന്നെ ദ മോസ്റ്റ് ഫേമസ് ലക്ഷ്മി ദ കൗ, ലക്ഷ്മി എന്ന് പറയുന്ന പശുക്കുട്ടി. രമണ മഹർഷി ജീവിച്ചിരുന്ന കാലത്ത് ആശ്രമം സന്ദർശിച്ചിട്ടുള്ള ഒരുപാട് വിദേശികൾ ഈ രമണ മഹർഷിയുടെ ആശ്രമത്തിലുള്ള ലക്ഷ്മി എന്ന് പറയുന്ന പശുവിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെല്ലാം അത്ഭുതപ്പെടുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു പശു, കെട്ടിയിട്ടിട്ടില്ലാത്തൊരു പശു എല്ലാ ദിവസവും ഒരു സമയമാകുമ്പോൾ ഈ ആശ്രമത്തിനുള്ളിലേക്ക് നടന്നു വരികയും ആ ആശ്രമത്തിലെ രമണ മഹർഷിയുടെ കയ്യിൽ നിന്ന് ഇഡലിയും സാമ്പാറും വരെ മേടിച്ച് കഴിക്കുകയും, വയലിച്ച് കൊടുക്കുന്ന ആരോട് പറഞ്ഞല്ല, കൈ കൊണ്ടെടുത്ത് കഴിക്കുന്ന ആരല്ലേ പറയുന്നത്, കഴിക്കുകയും ആ ഹാളിൽ രമണ മഹർഷിയെ കാണാൻ വരുന്ന എല്ലാവരും കണ്ണടച്ച് ധ്യാനിക്കാനോ അല്ലെങ്കിൽ ആ ഒരു പ്യുവർ കോൺഷ്യസ്നസ് എക്സ്പീരിയൻസ് ചെയ്യാനോ ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് കണ്ണടച്ച് ധ്യാനത്തിൽ ഈ കൗ ഇരിക്കുന്നത് അല്ലെങ്കിൽ പശു ഇരിക്കുന്നത് ഒരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു എല്ലാവർക്കും. ലക്ഷ്മി എന്ന് പറയുന്ന ഈ പശു ഒരു ഉയർന്ന സ്പിരിച്വൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരുപാട് ഹയർസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നതെന്ന് രമണ മഹർഷി എന്ന പല ഇൻസ്റ്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ഈ ലക്ഷ്മി മരിച്ചതിന് ശേഷം ലക്ഷ്മിക്ക് ഒരു യോഗി അല്ലെങ്കിൽ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു എൻലൈറ്റൻഡ് പേഴ്സൺ മരിക്കുമ്പോൾ ഒരുക്കുന്ന അതേ ലെവലിലുള്ള സമാധി ഒരുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വളരെ ചുരുക്കം ആൾക്കാരാണ് എൻലൈറ്റൻഡായ അംഗീകരിച്ചിട്ടുള്ളത് ജീവിതത്തിൽ. അതിലൊരാളാണ് ഈ ലക്ഷ്മി ദ കൗ. ഈ പറഞ്ഞ മറ്റു 3 പേരും ഉണ്ട്. പക്ഷേ ഈ ലക്ഷ്മി ദ കൗ പശുവിൻ്റെ കഥയാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കിത് പേഴ്സണലി പലപ്പോഴും അനുഭവപ്പെട്ടുള്ളൊരു കാര്യമാണ്. ചില മൃഗങ്ങൾക്ക്, ഒരു പൂച്ചയാവാം, പട്ടിയാവാം, അവരേത് കലുഷിതമായ സിറ്റുവേഷനിൽ ഇരുന്നാലും വളരെ കാമായി റിലാക്സ്ഡായി ആ ഒരു പ്യുവർ അവയർനെസ് അല്ലെങ്കിൽ ഒരു പ്യുവർ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഒരു ശുദ്ധ ബോധം നമുക്ക് അവരുടെ ചുറ്റും ഫീൽ ചെയ്യാൻ പറ്റും. എനിക്ക് പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ തെരുവിൽ കിടന്നുറങ്ങുന്ന ഒരു നായയുടെ അടുത്ത് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡായിട്ട് ഉള്ളിൽ നിറയെ കോൺഫ്ലിക്റ്റോട് കൂടി ഫക്ഡപ്പായിട്ട് പോയി ഇരിക്കുന്ന ഒരു ഇൻസ്റ്റൻസിൽ ആ പശു അല്ലെങ്കിൽ ആ ഒരു പട്ടിയുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മനസ്സിനൊരു ശാന്തി കിട്ടും. കാരണം അതിൻ്റെ ഒരു കോൺഷ്യസ് ലെവൽ, അതിൻ്റെ ചുറ്റിനും ഉണ്ടാകുന്ന ആ ഒരു വേവ് ലെങ്ത് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം കാൾ യുങ് എന്ന് പറഞ്ഞ സൈക്കോളജിയിലെ പിതാക്കന്മാരിൽ ഒരാൾ പറഞ്ഞതുപോലെ ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ മൈൻഡ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും മൈൻഡുകൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ കണക്റ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വളരെ പീസ്ഫുള്ളായിട്ട്, വളരെ കാമായിട്ട്, സമാധാനത്തോടു കൂടി ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ ഒരു പട്ടിക്കുട്ടി ആയാലും പശുക്കുട്ടി ആയാലും കാക്കയായാലും പൂച്ചയായാലും കോഴിയായാലും ഒരു പുഴു ആയാൽ പോലും സാധിക്കുമെന്നാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. ഇതൊരു തെളിയിക്കപ്പെട്ട ശാസ്ത്രമൊന്നുമല്ല, ബേസിക്കലി എൻലൈറ്റ്മെൻറ്റ് പോലെ തന്നെ. സോ ഇതൊരു മണ്ടത്തരമായിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നാം, അല്ലെങ്കിൽ ഒരു സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം. എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് പ്രൂഫ് ചോദിച്ചാൽ തരാൻ എൻ്റെ കയ്യിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇതുപോലെ വളരെ കാം ആൻഡ് പീസ്ഫുള്ളായ ഒരു മൃഗത്തിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ആ ഒരു സമാധാനം, സന്തോഷം ഉണ്ടാകും. ഈ ഹാഫ് എൻലൈറ്റൻഡ് എന്ന് പൊതുവെ പറഞ്ഞ് ഞാൻ കേട്ടുള്ളത് പൂച്ചകളെ പറ്റിയാണ്. കാരണം പൂച്ചകൾ വളരെ വിശ്രാന്തിയോടുകൂടി ഇരിക്കുന്ന മൃഗങ്ങളാണ്. അവരെവിടെയും സ്വസ്ഥമായും സമാധാനത്തോടു കൂടിയും പൊരിയുന്ന വെയിലത്ത് ഒഴുകുന്ന വെള്ളത്തിലും വരെ കിടന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന, ഒന്നിനെ പറ്റിയും ബോധങ്ങളല്ലാത്തൊരു ജീവിയാണ് പൂച്ച എന്ന് പലർക്കും പറയാം. നമ്മൾ തന്നെ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ ബൂം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ വന്നൊരു കാലത്തിന് ശേഷം പൂച്ചകളും അവരുടെ വീഡിയോസൊക്കെ വളരെ ട്രെൻഡിങ്ങാണ്. അവർ കാണിക്കുന്ന പല അഭ്യാസങ്ങളെ പറ്റി നമ്മൾ കാണാറുണ്ട്. ലയൺ കമ്പിയിൽ തീപ്പൊരി വന്നുകൊണ്ടിരിക്കുന്ന സ്പാർക്കിൻ്റെ അടുത്ത് കിടന്ന് സ്വസ്ഥമായി ഉറങ്ങുന്ന പൂച്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവർ വലിയ കാര്യങ്ങളായിട്ട് ബോധവടല്ല.
ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അവർക്കുണ്ട്. ആ മൈൻഡ് അവർക്കുള്ളത് കൊണ്ട് തന്നെ അവർ എൻലൈറ്റൻഡ് ആണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അവർക്കൊരു ഒരു ബേസിക് ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആങ്ഷ്യസ് ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനേക്കാളും ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അപ്പ് ചെയ്താണ് നിൽക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് അങ്ങനെ ഉള്ള ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കൊരു സമാധാനം കിട്ടും. നിങ്ങളിൽ പലരും അത് എക്സ്പീരിയൻസിലുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വളരെ വിഷമിച്ച് വളരെ താഴ്ന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട് അല്ലെങ്കിൽ ഒരു പട്ടിയുണ്ടെങ്കിൽ അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹൈ ഉണ്ടാവും. ഓബിയസ്ലി പൂച്ചയുടെ അടുത്താണ് അത് മെയിനായിട്ട് സംഭവിച്ച് ഞാൻ കാണാറുള്ളത്. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ പൂച്ചകളെ വളർത്തുന്നത്. അവർക്കതിൽ സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട്. അത് പട്ടി വളർത്തിയാലും കിട്ടില്ലെന്ന് വെച്ചാൽ ഓബിയസ്ലി കിട്ടുമായിരിക്കാം. പക്ഷേ ഈ പട്ടി എന്നല്ല പല മൃഗങ്ങളിൽ നിന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ ഫോറിനിലൊക്കെ ഡിപ്രഷനും ആങ്സൈറ്റിയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ അസിസ്റ്റൻസ് ഡോഗ്സിനെ കിട്ടും. നമ്മൾ അസിസ്റ്റ് ചെയ്യാനൊരു പട്ടിയെ വാങ്ങിയാൽ കിട്ടും. എല്ലാവരും വീഡിയോസൊക്കെ ഇപ്പോൾ യൂട്യൂബിലുണ്ട്, എവിടെയാലും നമുക്ക് വീട്ടിൽ ഇരുന്നാലും കാണാൻ സാധിക്കും ഇതൊക്കെ. അപ്പോൾ ഈ അസിസ്റ്റൻസ് ഡോഗ് കൂടെ ഉള്ളപ്പോൾ വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ളൊരു പേഴ്സണ് ഒരു സമാധാനം ആ പട്ടിയുടെ പ്രസൻസിന് കൊടുക്കാൻ സാധിക്കും. അതാണ് പവർ ഓഫ് പ്രസൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെയുണ്ട് രമണ മഹർഷിയെ പറ്റി ഒരാൾ എഴുതിയ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു നമ്മളിലെ ഒരു അല്പം സ്വസ്ഥത ഉള്ളൊരു കോൺഷ്യസ്നെസ്സിനോടൊപ്പം നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിനും ഒരു സമാധാനം കിട്ടും. അതിന് എക്സാമ്പിളാണ് ഞാൻ ഇതെല്ലാം കാണുന്നത്. അത് ഈ പവർ ഓഫ് പ്രസൻസ് എന്ന് പറയുന്ന ബുക്ക് വായിക്കാൻ പറ്റുന്നവർ വായിക്കൂ. നെറ്റിലൊക്കെ അതിൻ്റെ PDF ഈസി ആയിട്ട് ഒരു പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ കിട്ടും. പറ്റുന്നവർ വായിക്കും. കാരണം എഴുതിയെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഞാൻ മറന്നു പോയതിനെ പറ്റി. അപ്പോൾ ഈ അല്ലെങ്കിൽ ഈ ഒരു പ്രസൻസിലാണ് കാര്യം. ആ ഒരു പ്യുവർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു ശുദ്ധബോധം എക്സ്പീരിയൻസ് ചെയ്യുന്നതിലാണ് കാര്യം. അത് ആരുടെ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമൊന്നുമില്ല. അതൊരു പട്ടിയുടെ കയ്യിൽ നിന്നോ പൂച്ചയുടെ കയ്യിൽ നിന്നോ ഇവിടെ നിന്നാണോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. മെയിൻലി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ശുദ്ധബോധം ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ചുറ്റുമുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് റൈറ്റ് ഹിയർ റൈറ്റ് നൗ. ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാമെന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു.